സോ ആദ്യം തന്നെ ജനുവരി 30 വലതുവശത്തെ കള്ളൻ റിലീസ് ആവുകയാണ്. എനിക്കൊന്ന് ട്രെയിലർ ഡ്രോപ്പ് ചെയ്തപ്പോൾ തന്നെ അതിഗംഭീരമായിട്ടുള്ളൊരു റിയാക്ഷൻസ് ആണ്, റെസ്പോൺസ് ആണ് നമ്മളുടെ പ്രേക്ഷകരുടെ സൈഡിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് റിവ്യൂവേഴ്സ് അല്ലെങ്കിൽ പ്രേക്ഷകരുടെ സൈഡിൽ നിന്ന് അവരുടേതായിട്ടുള്ള ഇന്റർപ്രിറ്റേഷൻസ്, അവരുടേതായിട്ടുള്ള ഈ സിനിമ ഇങ്ങനെയായിരിക്കും അല്ലെങ്കിൽ കഥ ഇങ്ങനെയായിരിക്കും, അങ്ങനെയൊക്കെ ഒരുപാട് നമ്മൾ കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ക്യൂരിയസ് ഫാക്ടർ ഉണ്ട്. ആൻഡ് വലതുവശത്തെ കള്ളൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒന്നിൽ കൂടുതൽ കള്ളൻ ഉണ്ടെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. ആൻഡ് ഇറ്റ് ഹാസ് ഗോട്ട് സംതിങ് ടു ഡു വിത്ത് ക്രൂസിഫിക്കേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്നും തോന്നുന്നു. അങ്ങനെ കുറെ ആൾക്കാർ കമന്റ് ബോക്സിലൊക്കെ പറയുന്നതായിട്ട് കേട്ടു. അപ്പൊ എനിക്കൊന്ന് നമുക്ക് ജീതു സാറിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു. സർ, എന്താണ് ബേസിക്കലി ഒരു മൂവിയുടെ ടൈറ്റിൽ? വാട്ട് ഈസ് ഇറ്റ് ബേസിക്കലി? ഞാൻ പറയുന്നതിൽ അർത്ഥമില്ല. ഇതിനെക്കുറിച്ച് അറിയാവുന്നവരത് മനസ്സിലാക്കട്ടെ. ആ ടൈറ്റില് ഇതിന്റെ ഒരു ബേസിക് ഒരു 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 ചെറിയൊരു ഇതിനെ ഒന്ന് മെൻഷൻ ചെയ്യുന്നു അല്ലെ കണക്ട് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ആ ടൈറ്റിലെ ബൈബിളുമായിട്ട് ഇതൊന്നും അങ്ങനെയൊന്നും കണക്ഷൻ അല്ല. വലതുവശത്തെ കള്ളന് ഒരു പ്രത്യേകതയുണ്ട്. അത് ഇതിനകത്തെ ഒരു ക്യാരക്ടറിന് ആ പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പൊ ടൈറ്റിലിന് അങ്ങനെ വലിയൊരു ഇതില്ല, പക്ഷെ കണക്ഷൻ ഇല്ല. ആരാണ് ഈ ഒരു പേര് സജസ്റ്റ് ചെയ്തത്? ആരാണ്? ദിനു തന്നെയാണ്. കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അത് സിനിമയിലെ ഒരു ചെറിയൊരു ഡയലോഗും ഉണ്ടായിരുന്നു അന്ന്. അത് അപ്പൊ എന്നോട് ഷാജിയേട്ടൻ അത് കേട്ടപ്പോൾ തന്നെ പറഞ്ഞു നമുക്കിത് തന്നെ മതി. ഷാജിയേട്ടൻ പറഞ്ഞു. പിന്നെ സാറിന്റെ അടുത്ത് ഞാൻ അവതരിച്ചപ്പോൾ സാറിന്റെ സാധാരണ ടൈറ്റിലൊക്കെ ചെറിയ വൺ വേർഡ്സ് ആവാറുണ്ട്. അപ്പൊ ഞാൻ സാറിനോട് അപ്പൊ ഞാൻ സാറിന് എനിക്കത് മാറണമെന്ന് ടെൻഷൻ. പക്ഷെ സാറ് വായിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞില്ല ഇത് തന്നെ മതി. ഫസ്റ്റ് ഓപ്ഷൻ ഈ ഇത് തന്നെയായിരുന്നു. ഡിനും അങ്ങനെ തന്നെയായിരുന്നു ആദ്യം. അതെ അതെ അതെ. പിന്നെ ഞാൻ മുൻപൊന്നും ഇത്രയും വലിയ പേരുകളൊന്നും ഇടാറില്ല. കുഞ്ഞു എല്ലാവരും ഇംഗ്ലീഷ് പേരുകൾ, ഒറ്റ വാക്കുകളൊക്കെ ആയിരിക്കും ചിന്തിക്കുക. ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നു. പക്ഷെ ലാൻഡ് എവിടെയോ ഏതൊരു ഘട്ടത്തിൽ ഇങ്ങനെ ഇത് ലാൻഡ് ചെയ്തു. പിന്നെ കഥയ്ക്ക് അഡാപ്റ്റ് ആയിരുന്നു. സോ അങ്ങനെ ഞാൻ സാറിനോട് ഷെയർ ചെയ്തപ്പോൾ സാറ് വായിച്ചിട്ട് സാറും ഓക്കെ പറഞ്ഞു. പിന്നെ അങ്ങനെ എടുത്തു. ഇതിപ്പം ട്രെയിലർ ഡ്രോപ്പ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ആ ട്രെയിലറിൽ നിന്ന് ഒരുപാട് ഡീകോഡിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കുമല്ലോ. ഒബ്വിയസ്ലി അത് ഇപ്പോഴത്തെ ഒരു അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ. അപ്പം അതൊക്കെ കാണുമ്പം ഡിനു ആസ് എ റൈറ്റർ എങ്ങനെയാ തോന്നുന്നത്? അതായത് കഥ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് നമ്മളുടെ മാത്രം ഒരു കഥയായിരുന്നു. ഇപ്പൊ ട്രെയിലറാണ് ആദ്യം ഡ്രോപ്പ് ചെയ്യുന്നത്. ട്രെയിലർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ജസ്റ്റ് അതിന്റെ ഒരു 1%, 2% അത്രേ ഉള്ളൂ, ഒരു ഗ്ലിംസ് മാത്രമാണ്. അപ്പം അത് ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഇപ്പം എല്ലാവരും അതിനെപ്പറ്റി ചർച്ച ചെയ്യാണ്. അതായത് സിനിമ പോലും ആയിട്ടില്ല. അപ്പം എന്താണ് ഡിനു ആസ് എ റൈറ്റർ? ഭയങ്കര ഓവർവെൽംഡ് ആണെന്നറിയാം, ബട്ട് സ്റ്റിൽ എന്തൊരു ഫീലാണ്? എക്സൈറ്റഡ് ആണ്. അതിനേക്കാളും ഇനി എനിക്ക് സത്യത്തിൽ 30 കഴിഞ്ഞാലാണ് സമാധാനം കിട്ടുള്ളൂ. സിനിമ കണ്ട് ആൾക്കാരുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു കണ്ടാലും മാത്രമാണ്. ഞങ്ങളെല്ലാവരും ഒരു നല്ല സിനിമയായിരിക്കാൻ വേണ്ടി 100% എഫോർട്ട് എടുത്തിട്ടുണ്ട്. എന്താ പറയാ, നല്ലൊരു സിനിമയായിരിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഒരു വലിയൊരു ത്രില്ലറോ ട്വിസ്റ്റുകളോ ടീനുകളോ ഉള്ള ഒരു സിനിമയല്ല. ഒരു രണ്ടുപേരുടെ ഇമോഷൻസ് അത് മാത്രമാണ്. അത് പിന്നെ അവരെ ചുറ്റുപറ്റുള്ള കുറച്ച് കഥാപാത്രങ്ങൾ, അവരുടെ ഇമോഷൻസ്, അതിലൂടെ ഒരു യാത്ര, അത് തന്നെയാണ് സിനിമ. ഇതില് എന്താ പറയാ, ഒരു ഹൂഡണിറ്റ് സിനിമയല്ല. അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു വൈകാരികമായ യാത്ര. അങ്ങനെയാണ് ഒരു ഇമോഷണൽ ക്രൈം ഡ്രാമ. അങ്ങനെയാണ് ഞങ്ങൾ ഈ ജോണറെ ഞങ്ങൾ മെൻഷൻ ചെയ്യുന്നത്. ക്രൈം ഡ്രാമ അത് ഇച്ചിരി ഇമോഷണലാണ്. പക്ഷെ ഇതൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ എവിടേക്കോ ഒത്തിരി ആൾക്കാർ മെമ്മറീസും ഒക്കെ ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മൂഡ് ഇതാ. പക്ഷെ മെമ്മറീസും ഇതും തമ്മിൽ ഒരു ബന്ധവുമില്ല. ടോട്ടലി ഡിഫറെൻ്റ് ഒരു ഇതാണ്. അതിൽ തന്നെ എന്താ പറയുക, ഈ പറഞ്ഞ പോലെ അതിനകത്ത് ഭയങ്കര സീരിയൽ കില്ലിങ്ങും ഇതൊക്കെ അങ്ങനത്തെ ഇതൊക്കെ പോകുന്നു. ഇതിനകത്ത് ക്രൈമുണ്ട്. പക്ഷെ സാധാരണ എൻ്റെ സിനിമകളിൽ ഒരു ക്രൈമും ഒക്കെ ഉണ്ടെങ്കിൽ അതാരായിരിക്കും ചെയ്തത് അങ്ങനെയൊക്കെ പറഞ്ഞൊരു ഇതില്ലേ. ഇതിനകത്തേക്ക് അങ്ങനെ ഒരു ഇതല്ല. ഒരു സംഭവം ഉണ്ടായി, അത് കുറച്ച് കഴിയുമ്പോൾ തന്നെ ആൾക്കാർക്ക് അതൊക്കെ എന്താണെന്ന് മനസ്സിലായി. പിന്നെ അതിനെ തേടിയുള്ളൊരു യാത്രയുണ്ട്. ആ യാത്രയിലുണ്ടാകുന്ന അതിൻ്റെ ഒരു ഇമോഷണൽ ഇതുണ്ട്. അതാണ് കൂടുതലപ്പം സിനിമയിൽ സസ്പെൻസ് അല്ല, ഒരു ഇമോഷൻ ആണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. പക്ഷെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു എന്താ പറയുക, ആൾക്കാർ കുറച്ച് ക്യൂരിയസ് ആയിട്ട് തന്നെ ഇരിക്കുമായിരിക്കും. കാരണം എന്താണ് ഇതെങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന ഒരു. ഓക്കെ. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഈ ഒരു സിനിമയില് ഇപ്പൊ ഒരു കാസ്റ്റ് ആണ്. അപ്പം എന്താണ് ഇപ്പൊ ലിയോണ, ഗോകുൽ രണ്ടുപേരെയും സംബന്ധിച്ചിടത്തോളം ഇപ്പം കഥ പറയുമ്പം എന്തെങ്കിലും ഒരു ആസ്പെക്ട് ഉണ്ടായിരിക്കുമല്ലോ, അതിന് എന്തെങ്കിലും ഒരു എലിമെന്റ് ഉണ്ടായിരിക്കുമല്ലോ നമ്മൾ അട്രാക്ട് ചെയ്യുന്നത്. അപ്പം എന്താണ് ലിയോണയുടെ ഒരു ക്യാരക്ടർ ഈ ഒരു ഇതിനോട് യെസ് പറയാൻ കാണിച്ച ഒരു എന്താണ് അതിലൊരു അട്രാക്റ്റിംഗ് ഫാക്ടർ? ബിസൈഡ്സ് ജീത്തു ജോസഫ് എന്നൊരു ഡയറക്ടർ അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? പറയണ്ടല്ലോ, മറ്റത് നമ്മള് വീണ്ടും പറയണ്ടല്ലോ. അതുകൊണ്ടല്ലോ താൻ ഈ സിനിമ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു? ഇതില്
EMI ഉള്ളതുകൊണ്ടാന്ന് പറയുന്നത്. ഇത് മൊത്തത്തിൽ സ്ക്രിപ്റ്റ് മൊത്തം വായിച്ചപ്പോൾ എനിക്ക് ഇതിന്റെ ഭാഗമാവാൻ തോന്നിയിരുന്നു ജെനുവൻലി. ആൻഡ് പോലീസ് കഥാപാത്രം ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ പോലീസിന് ഡിഫറെന്റ് ഒരു ഷെയ്ഡ്സ് ആയിരുന്നു. മറ്റേ ഭയങ്കര ഡോമിനന്റ് ആയിട്ടുള്ള ഒരു ബോസി പോലീസ് ഓഫീസർ അല്ലാത്ത ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു. വളരെ സബോർഡിനേറ്റ് ആയിട്ട് നിൽക്കുന്ന വളരെ സാധാരണക്കാരിയായ ഒരു പോലീസ് സ്റ്റേഷനിൽ നമ്മളിപ്പോൾ കയറി ചെന്ന ഒരു വുമൻ പോലീസുകാരി ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് അതിൻ്റെ അങ്ങനെ വളരെ അത്രയും സാധാരണയായിട്ടുള്ള ഒരു ക്യാരക്ടർ. അപ്പോൾ അത് എന്നെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തു. ആൻഡ് ആസ് എ ഹോൾ ദ സ്റ്റോറി ഇറ്റ് സെൽഫ് എനിക്ക് വർക്കായി. അത് ചെയ്യാൻ അതിന്റെ ഭാഗമാവാൻ തോന്നി എന്നുള്ളതാണ് ഫസ്റ്റ് അട്രാക്ഷൻ. എന്തെങ്കിലും പ്രിപ്പറേഷൻസ് എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു? അതായത് ഈ ഒരു ക്യാരക്ടർ എന്തെങ്കിലും? അല്ല, നമ്മൾ ബേസിക് ആയിട്ട് എടുക്കുന്ന ഈ ക്യാരക്ടർ എന്തായിരിക്കും ഏതായിരിക്കും സാറിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തിരുന്നു. ഇതില് മോസ്റ്റ്ലി ഷീസ് നോട്ട് അറ്റ് ഓൾ എ ലൗഡ് പേഴ്സൺ. അപ്പോൾ എന്താ പറയാ, കുറേയൊക്കെ മനസ്സിലുണ്ട്. പ്രതിഷേധിക്കാൻ തോന്നുന്ന സ്ഥലങ്ങളിൽ പ്രതിഷേധിക്കാതെ ഇരിക്കേണ്ടി വരുന്നതും, ലൈക്ക് എംപതി കാണിക്കേണ്ട സ്ഥലത്ത് കാണിക്കാൻ പറ്റാത്തതും, അങ്ങനെയായിട്ടുള്ള കുറെ മൊമെന്റ്സ് വന്നു പോകുന്നുണ്ട്. ബട്ട് ദാറ്റ് ഇസ് നോട്ട് ദ മെയിൻ പ്ലോട്ട്. മെയിൻ പ്ലോട്ടിന്റെ ഒരു ഭാഗമായിട്ട് ഷീസ് ദ കോൺസ്റ്റന്റ് ഓൺ ലുക്കർ എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ സിറ്റുവേഷൻ നടക്കുമ്പോഴും ഒരു വളരെ ഡിനു പറഞ്ഞ പോലെ വളരെ അൺകോമൺ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നടക്കുന്ന സമയത്ത് ഈ മെയിൻ ക്യാരക്ടേഴ്സിന്റെ ജേർണി, ഇമോഷണൽ ജേർണിയിലെ ഒരു ഭാഗമാണ് നോയിങ്ലി ഓർ അൺനോയിങ്ലി ആസ് എ പാർട്ട് ഓഫ് എൻ്റെ ക്യാരക്ടറിന്റെ ജോബ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഓൺലുക്കർ ഒരു എല്ലാം കണ്ടു നിൽക്കുന്നു, എല്ലാം മനസ്സിലാവുന്നുണ്ട്. ബട്ട് ഒരു നിസ്സഹായത ഉണ്ടല്ലോ, നമുക്ക് അത് എക്സ്പ്രസ് ചെയ്യാൻ, നമുക്ക് ഇതിനെ കുറിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, നമ്മുടെ കയ്യിൽ പവർ ഇല്ല. സോ വി കാൻ ഡു എനിത്തിങ് അബൌട്ട് ഇറ്റ് എന്ന് വിചാരിക്കുന്ന ഒരു, അപ്പോൾ ദാറ്റ് ഈസ് വെരി റിലേറ്റബിൾ. ആൻഡ് അത് ആ ഒരു അവസ്ഥ പല സ്ത്രീകൾക്കും പല സബോർഡിനേറ്റ്സിനും പല സ്ത്രീകൾക്കും അറ്റ് ഡിഫറെന്റ് പോയിന്റ്സ് ഇൻ ലൈഫ് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് വെരി റിലേറ്റബിൾ. അപ്പൊ അതാണ് കൂടുതലായിട്ട് അട്രാക്ട് ചെയ്തത്. ഗോകുലിനോട് പറയുമ്പോൾ പ്രിപ്പറേഷന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല, കാരണം ഇതിനു മുന്നുള്ള സിനിമ നമ്മൾ കണ്ടതാണ്. അത്രയും പ്രിപ്പറേഷൻ ആണ് അതിന്. കുളിക്കുന്ന ക്യാരക്ടറാണ് അല്ലേ? അപ്പൊ അതൊരു വലിയൊരു ചേഞ്ച് ആയിരുന്നു. അപ്പം ഗോകുലിന്റെ സൈഡിൽ നിന്ന് എന്താണ്, ആടുജീവിതം കഴിഞ്ഞിട്ടുള്ള മൂവിയാണ്, അപ്പം എന്താണ് എക്സ്പെക്ടേഷൻസ്? എന്താണ് എക്സ്പെക്ടേഷൻസ്? ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് വായിച്ച സമയത്തും ഭയങ്കര ഈ ഒരു ഇതിലുള്ള എല്ലാ ക്യാരക്ടേഴ്സിന്റെയും ഒരു ഇമോഷണൽ ജേർണി ഉണ്ട്. ഇപ്പൊ തുടക്കം മുതൽ എൻഡ് വരെ എല്ലാവരും അതിൽ ഇൻവോൾവ് ആണ്, ഇതിലുള്ള എല്ലാ മെയിൻ ക്യാരക്ടേഴ്സും. അപ്പോൾ അത് ഭയങ്കര ഒരു രസമുള്ളൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ എൻ്റെ ക്യാരക്ടർ, ഞാനിപ്പോൾ ഫിലിപ്പ് എന്നുള്ള ക്യാരക്ടറാണ് ചെയ്യുന്നത്. ആന്റണിയുടെ മകൻ, അതായത് ബിച്ചേട്ടൻ്റെ മകൻ, ആ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പോലീസ് ഓഫീസറുടെ ഒരു മകൻ എന്നുള്ള നിലയിൽ അങ്ങനെ ഉണ്ടാകുന്ന ഒരു അച്ഛനും മകനും തമ്മിലൊരു കോൺഫ്ലിക്റ്റുകൾ, ഒരു ഫാമിലി പരമായിട്ടുണ്ടാകുന്ന അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ടാവും. അതിപ്പോൾ അങ്ങനെ കുറേ പേരെ നമുക്ക് കാണാനും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കുറേ അധികം ആൾക്കാരുണ്ടാവും മേ ബി നമ്മുടെ സമൂഹത്തിൽ. ഇപ്പോൾ ചിലപ്പോൾ തൻ്റെ ഫ്രണ്ട്സ് ഉണ്ടാവും, നമുക്ക് അറിയാതെ കുറേ പേരുണ്ടാവും, നമ്മുടെ കൂടെ പാസ് ചെയ്ത് പോകുന്ന ഒരാളായിരിക്കും അത്. അപ്പം അങ്ങനെ കുറെ റിലേറ്റ് ചെയ്യാൻ പറ്റി ഈ ഒരു ക്യാരക്ടറിനെ.